നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചാരുമോളെ, എന്തായത് രാവിലെ തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട്? അത് ബാലമാമ രാവിലെ എഴുന്നേറ്റപ്പോ ഒരു കൊതി തോന്നി. അപ്പൊ തന്നെ നമ്മുടെ പടിഞ്ഞാറ പറമ്പിൽ പോയി മൈലാഞ്ചി എടുത്തു. കൊള്ളാം മോളെ, കൈ നന്നായി ചോക്കട്ടെ. അതുപോലെ തന്നെ മോളുടെ ജീവിതം കളർഫുൾ ആവട്ടെ. അശ്വതിയേ, അനു, എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അമ്മേ? വന്നു കയറിയ പെണ്ണ് കാണിച്ചു വെച്ചോണ്ടിരിക്കുന്ന കണ്ടോ? എന്ത് കാണിച്ചെന്നാ? അമ്മ രാവിലെ തന്നെ തുടങ്ങിയോ? ഇവിടെ വേറെ എന്തെല്ലാം ജോലിയുണ്ട്? അത് തന്നെ അടി ഞാനും പറഞ്ഞേ. ഇവിടെ വേറെ എന്തെല്ലാം ജോലിയുണ്ട്? രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ രണ്ട് കയ്യിലും മൈലാഞ്ചിട്ടോണ്ട് വന്നാലേ ഇവിടുത്തെ ജോലിയൊക്കെ ആരാ ചെയ്യുന്നേ? അങ്ങ് ഞാറുകണ്ടത്തിന് ശാന്തപ്പം വരുമോ? എടി അശ്വതി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവക്ക് മനസ്സിലായില്ല. പോയി കൈ കഴുകി വന്നിട്ട് അടുക്കള കയറാൻ പറ. ഐശ്വര്യക്കേടിന് കൈയും കാലും വെച്ച രൂപ. ഓ, ഇനി മൈലാഞ്ചി ഇട്ട് അത് മറക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നല്ല ആളാ ഐശ്വര്യക്കേടിനെ കുറിച്ച് പറയുന്നത്. നീ അവിടുത്തെ ഐശ്വര്യക്കേട്, ഈ വീടിന് സമാധാനം തരാത്ത ജന്മം. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് മാഷെ? എല്ലാ പെണ്ണുങ്ങളും മൈലാഞ്ചി ഇടും. അതേതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുമ്പോ ഈ മൈലാഞ്ചിയൊക്കെ വാരിയിടും. അല്ല, ഇവളി അതിരാവിലെ മൈലാഞ്ചി ഇട്ടോണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ? കുടുംബത്തിന്റെ കാര്യങ്ങളെ പറ്റി ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇവളിങ്ങനെ ചെയ്യൂ. അല്ല, ആയിരപ്പറയിലെ കെട്ടിലമ്മയായിട്ട് വാഴാൻ വന്നാണല്ലോ. അതേടി, കെട്ടിലമ്മയായി തന്നെ വാഴാൻ വന്നതാ. ചാരുമോളുടെ മനസ്സിൽ അങ്ങനെ ഇല്ലെങ്കിലും മോളെ ഞാനിവിടെ കെട്ടിലമ്മയായിട്ട് തന്നെ വാഴിക്കും. ചാരുമോൾക്ക് എപ്പോ വേണമെങ്കിലും മൈലാഞ്ചി ഇടാം. അതിന് നേരം കാലം നോക്കേണ്ട കാര്യമില്ല. വേണ്ട, നേരവും കാലം ഒന്നും നോക്കണ്ട. അടുക്കളപ്പണിയും പാത്രം കഴിവലും ഒക്കെ വൃത്തിയായിട്ടങ്ങ് നടന്നാ മതി. അമ്മ ഇനി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. ഇന്നൊരു ദിവസമല്ലേ, ഞാനും അനുവും കൂടെ നോക്കിക്കൊള്ളാം. വന്ന് കയറിയവള് മൈലാഞ്ചി ഒക്കെ അങ്ങ് ഇട്ടിരിക്കും. ഈ വീട്ടിൽ എന്റെ മക്കള് പണിയെടുക്കണമെന്നാണോ? അല്ല, ഇവക്ക് വെച്ച് വിളമ്പി കൊടുക്കാനാണോ നിന്നെയൊക്കെ ഞാൻ വളർത്തിയത്? ഈ വീട്ടിലെ ജോലിയെല്ലാം ചാരുമോൾ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. വന്നു കയറിയവരാണ് ഇവിടുത്തെ പണിയെല്ലാം ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നീ അടുക്കളയിൽ കയറ്. നീയും ഇവിടെ വന്നു കയറിയതല്ലേ? എവിടുന്നോ കേറി വന്ന തുണിക്കച്ചവടക്കാരി ഇവള് കൈയും കാലും അനക്കാതെ നിന്നാ ഞാൻ വെച്ച് വിളമ്പി കൊടുക്കണമെന്നാണോ? ഇവള് ഇനി ഈ വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല. ഇറങ്ങടി. അമ്മേ, എന്താ എന്താ അമ്മ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നം ഇവളാ. രാവിലെ തന്നെ എന്റെ പ്രഷർ കൂട്ടാൻ വേണ്ടി വന്ന് നിക്ക. മൈലാഞ്ചി ഇട്ട് രണ്ട് കൈ മലത്തി പിടിച്ച് നിക്കുന്ന കണ്ടില്ലേ ഇവള്? എടാ, ഇപ്പൊ ഇവള് ഈ മൈലാഞ്ചി ഇട്ടോണ്ട് വന്ന് നിക്കുന്ന എന്തിനാ? അമ്മേ, ചാരുവല്ല, അവളെ നിർബന്ധിച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ഞാനാ. ഓ, ആഹാ. ഓ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. അല്ലാതെ ചാരുവിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓഹോ ഓഹോ, അപ്പോ ഇവള് നിന്നെയും മയക്കെടുത്തു. എന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ വരെ നീ അങ്ങ് വളർന്നു. എല്ലാം ഇവിടെ തലയണ മന്ത്ര. എടി, നീ എന്തുദ്ദേശത്തോടാണോ ഇവിടെ വന്നത് അതെല്ലാം നീ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിന്നെ അങ്ങ് വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. അമ്മേ, ഇനി ചാരുവിന് എന്തെങ്കിലും പറഞ്ഞ എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യൂന്ന്? അനിയ, നീ എന്ത് ചെയ്യും? ബ്രോ, ഇത് ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നം. അതില് ബ്രോ ഇടപെടണ്ട. അമ്മയ്ക്കും നിനക്കൊരു പ്രശ്നം ഉണ്ടായ ഞാനെന്നല്ല, ഈ വീട്ടില് ആരും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഏതോ ഒരുത്തിക്ക് വേണ്ടി നീ അമ്മോട് പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ ചുമ കേട്ടുകൊണ്ടിരിക്കില്ല. എന്താ നീ പറഞ്ഞേ? ഏതോ ഒരുത്തിയോ? ചാരു ഏതോ ഒരുത്തിയല്ല, എന്റെ ഭാര്യയാ. എടാ അനിയ, നിനക്ക് മുന്നിലേക്ക് ഞാൻ വലിച്ചിരുന്ന പിച്ചയാണ് നിന്റെ ഭാര്യ. എന്താടാ നീ പറഞ്ഞ?
എന്താ പറഞ്ഞെന്ന്? എന്താ കേട്ടില്ലേ? ഞാൻ വലിച്ചെറിഞ്ഞ പിച്ചയാണെന്ന്. അയ്യോ